കാതികയിൽ നമ്മൾ പലതരത്തിലുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, പലതരത്തിലുള്ള ഗുണപാഠമുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ആ തരത്തിലുള്ള ഒരു കഥയാണ്. പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നുള്ള ഒരു കഥ ഇതിനു മുന്നേ കൂട്ടുകാർ കേട്ടിട്ടില്ലേ? കൂട്ടുകാരുടെയും സൗഹൃദത്തിന്റെയും പല കഥകളും കൂട്ടുകാർ കേട്ടിട്ടുണ്ട്. ഈ കഥയും അങ്ങനെ ഒരു ഗുണപാഠം പറയുന്ന ഒരു കഥയാണ്. കാതികയുടെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ കുറിച്ചാണ്. അവർ നല്ല കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരേ ക്ലാസ്സിലല്ല എന്ന് മാത്രം. ഒരാള് 8ാം ക്ലാസ്സിലും മറ്റേയാള് 4ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഒരു വേനൽക്കാല അവധിയായിരുന്നു. കൂട്ടുകാരിപ്പോൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് ഏപ്രിൽ മെയ് ആകുമ്പോൾ അവധിയല്ലേ, അതുപോലെ ഒരു അവധിക്കാലമായിരുന്നു. അവധിക്കാലത്ത് അവര് ഓടി ചാടി വയലിലൂടെയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പന്തുമായി ഒരു മൈതാനത്ത് കളിക്കുകയായിരുന്നു. കളിച്ച് അറിയാതെ ആ വലിയ കുട്ടി വഴുതി ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അധികം ആഴമുള്ള കിണറായിരുന്നില്ല. അതുകൊണ്ട് പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്താലും ആ കിണറ്റിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. ചെറിയ കുട്ടി ആഞ്ഞു വിളിച്ചു നോക്കി. ആരും അടുത്തില്ലായിരുന്നു. എങ്ങനെ ആ കുട്ടിയെ പുറത്തെടുക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ആ കിണറ്റിൽ അധികം വെള്ളമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കിണറ്റിലെ വെള്ളം കോരുന്ന കയറും തൊട്ടിലും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ തൊട്ടിലിൻ്റെ അടുത്ത് കിണറ്റിനകത്ത് കിടക്കുന്ന വലിയ കുട്ടിയുടെ കൊടുത്തു. എന്നിട്ട് ആഞ്ഞു വലിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പിടിച്ചോ, ഞാൻ വലിക്കാം, മുറുക്കെ പിടിക്കണേ. അങ്ങനെ വലിയ കുട്ടി ആ കയറിൽ പിടിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടി ആഞ്ഞു വലിച്ചു. വളരെ ബുദ്ധിമുട്ടായിരുന്നു വലിക്കാൻ. വലിച്ച് അവസാനം ആ വലിയ കുട്ടിയെ പുറത്തിറക്കി. രണ്ടുപേർക്കും വളരെ സന്തോഷമായി. രണ്ടുപേരും പയ്യെ വീട്ടിലേക്ക് നടന്നും പോയി. വീട്ടിൽ ചെന്ന് കൈയും കാലും ഒക്കെ കഴുകി. അന്ന് വൈകുന്നേരം ആ കൊച്ചുകുട്ടി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ കയ്യിലെ പാടുകൾ കണ്ടിട്ട് കുട്ടിയോട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? കയ്യിലെങ്ങനെ ഈ പാടുകൾ വന്നത്? അപ്പോൾ ആ കുട്ടി അവിടെ നടന്നതെല്ലാം പറഞ്ഞു. അവർ പന്ത് കളിക്കാൻ പോയതും ആ വലിയ കുട്ടി കിണറ്റിൽ പോയതും ആ കുട്ടിയെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയതും എല്ലാം. അത് കേട്ടതും അമ്മ പറഞ്ഞു, നീ സത്യം പറ, ഇങ്ങനെയാണോ സംഭവിച്ചത്? നീ എന്താ ചെയ്തതെന്ന് പറ. ആ കുട്ടി പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ ഇത് തന്നെ ചെയ്തത്. ഞാൻ അമ്മയോട് എന്തിനാ നുണ പറയുന്നത്? അമ്മ ഉടനെ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, നോക്കി വരെ കഴിക്കെന്താ പറ്റിയെന്ന്. ഇവൻ പറയുന്നതാണെങ്കിൽ വിശ്വസിക്കാനും കഴിയുന്നില്ല. ഇവൻ പറയുകയാണ്, കിണറ്റിൽ കിടക്കുന്ന ഒരു കുട്ടിയെ ഇവൻ തന്നെ കയറിട്ട് വലിച്ചു കയറ്റിയെന്ന്. അച്ഛൻ മകനെ നോക്കി എന്നിട്ട് ചോദിച്ചു, നേരാണോ മോനെ? അതെ അച്ഛാ, ഞാൻ പറയുന്നത് സത്യം തന്നെയാ. ബാ ഇവിടെ ഇരി. കുട്ടിയെ വിളിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ഇരുത്തി. അമ്മയോട് പറഞ്ഞു, ഇവൻ പറയുന്നത് ശരിയായിരിക്കാം. ഇവൻ പന്ത് കളിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു കാണും. ആരും വന്നില്ല. അപ്പോൾ അവന് മനസ്സിലായി, രക്ഷപ്പെടണമെങ്കിൽ അവൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അവനെ കയറ് കിണറ്റിലേക്ക് ഇട്ട് കൂട്ടുകാരനെ വലിച്ചെടുത്തു. എന്തുകൊണ്ടാ വലിക്കാൻ പറ്റിയെന്നറിയാമോ? അവിടെ നിന്ന് ആരും അവനോട് പറഞ്ഞില്ല അവനത് ചെയ്യാൻ കഴിയില്ല എന്ന്. അവൻ പോലും പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആരും നിരുത്സാഹപ്പെടുത്താനില്ലാത്തത് കൊണ്ട് അവൻ ആത്മവിശ്വാസം കൈവിടാതെ അവൻ വലിച്ചു. ആ വലിയ കുട്ടി കയറിപ്പോവുകയും ചെയ്തു. അത് കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് ആശ്വാസമായത്. നീ ഒരു മിടുക്കനാണല്ലോടാ, അമ്മ മകനോട് പറഞ്ഞു. അമ്മേ, ഞാൻ ഇനി ഭക്ഷണം കഴിച്ചോട്ടെ? വാ നമുക്ക് കഴിക്കാം. അമ്മയും മോനും കൂടി അകത്തേക്ക് പോയി. കൂട്ടുകാര് ഇതിനു മുന്നേ ഇതുപോലൊരു കഥ കാതികയിൽ കേട്ടിട്ടില്ലേ? തവളകൾ ഒരു ഗോപുരത്തിന് മുകളിൽ കയറിയ കഥ. അതും ഇതുപോലെ തന്നെയാണ്. നമ്മളിലുള്ള ആത്മവിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആരെങ്കിലും ഇല്ല എന്നോ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും
പിന്നോട്ട് ചിന്തിക്കും, ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, ആര് പറഞ്ഞാലും ഞാൻ തോൽക്കില്ല എന്നൊരു ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നേരിടാം. ഈ ചെറിയ കുട്ടി ചെയ്ത കാര്യം കണ്ടില്ലേ? കൂട്ടുകാർ, നിങ്ങളുടെ കഥ കാതികയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മറ്റു കൂട്ടുകാർക്ക് നിങ്ങളുടെ കഥയും കേൾക്കാൻ കഴിയും. മറ്റൊരു കഥയുമായി കാതിക നാളെ വീണ്ടും. നന്ദി, നമസ്കാരം.